ദേഷ്യം, തെറിവിളി, കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, കിടത്തണ്ണയിലിരിക്കുക, നിസ്കാരമില്ല, ഇങ്ങനെയെല്ലാം ചേർന്ന ഒരു ഭർത്താവിൻ്റെ കൂടെ കഴിയുന്ന ഭാര്യയാണ് ഞാൻ. ഈ ഒരു അവസ്ഥക്ക് എന്താണ് പ്രതിവിധി? ഒന്നും അങ്ങോട്ട് പറഞ്ഞു ചെല്ലാൻ കഴിയില്ല, ഒന്ന് സഹായിച്ചാലും എന്നാണ്. ഇതിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഒരു നിലക്കും കൂടെ നിന്ന് മുന്നോട്ട് പോവാൻ കഴിയാത്ത എത്രയോ ഭർത്താക്കന്മാരുടെ കൂടെ പല സഹോദരിമാരും ഒരു ജീവിതത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് സഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ ഉണ്ടാകും എന്ന് പൊതുവേ അത്തരം ഭർത്താക്കന്മാർ ധരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായും എന്ത് ചെയ്യും, അവരൊരു പരിഹാരത്തിന് ശ്രദ്ധിക്കില്ല. അവരാ പോക്ക് അങ്ങനെ പോകും. മദ്യപാനങ്ങൾ മദ്യപിച്ചുകൊണ്ടിരിക്കും, നിസ്കരിക്കാതെ അങ്ങനെ നടക്കും, ഭാര്യനെ നോക്കാത്തവൻ അങ്ങനെ പോകും. കാരണം ഇങ്ങനെയൊക്കെ പോയാലും ഇവിടെ ഉണ്ടാകും എന്നതാണ് ഇല്ലെങ്കിൽ ഇതൊന്നും ഇപ്പം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉള്ള ഒരാളെ എങ്ങനെയാണ് ഒരു സ്ത്രീ ഭർത്താവായി മുന്നോട്ട് കൊണ്ടുപോവുക? മതപരമായ കാര്യത്തിൽ ചിട്ടില്ല, കുടുംബത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നില്ല, ജോലി ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ, ഒരാളെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ അയാൾ നിർവഹിക്കേണ്ട ഒരു കടമയും നിർവഹിക്കാതെ ജീവിച്ചിട്ടും അവർ കൂടെ എന്തുകൊണ്ടാണ് ഒരു സഹോദരി കഴിഞ്ഞുകൂടുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെയൊക്കെ ആണെങ്കിലും നിന്നുകൊള്ളുന്നതാണ്. അപ്പോൾ സ്ത്രീകൾ പലരും വിചാരിക്കുന്നത് ഇതിനൊന്നും പരിഹാരമില്ല എന്നാണ്. സത്യമില്ല. അപ്പോൾ പരിഹാരമില്ല എന്ന് വിചാരിക്കുകയാണ്. അത് ഞാൻ അങ്ങനെ തൽക്കാലം ഇനി മുന്നോട്ട് പോകണില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? അത് സ്വാഭാവികമായും പിന്നെ എൻ്റെ വീട്ടിലേക്ക് വിഷമാവൂ, അതല്ലെങ്കിൽ എൻ്റെ ഭാവി അപകടത്തിലാവൂ, ഇനിയൊരു വിവാഹം എനിക്ക് ഇത് ഒഴിവാക്കി വരാതിരിക്കൂ, എൻ്റെ കുട്ടികൾ കഷ്ടപ്പെട്ടു പോകൂ, ഇങ്ങനെ പല പല കാര്യങ്ങളും ആലോചിച്ചിട്ട് എന്താണ്, എന്തു തന്നെ ആയാലും ഞാനിതിൽ മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഏറ്റവും മിനിമം ഒഴിവാക്കി പോകണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു ചർച്ചയ്ക്കും ഒരു പരിഹാരത്തിനും അയാൾ തയ്യാറാവാനുള്ള ഒരു നിർബന്ധിതാവസ്ഥയെങ്കിലും അയാളിൽ സൃഷ്ടിക്കണം. ആയിക്കോട്ടെ, നമുക്കൊന്ന് പോയി നോക്കുക, ഒന്ന് സംസാരിച്ച് നോക്കുക, ഒരു പരിഹാരം ഉണ്ടാക്കുക, ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാം എന്ന് പറയാവുന്നൊരു മാനസികാവസ്ഥയിലേക്കെങ്കിലും അയാൾക്കൊരു പ്രതിസന്ധി വരണം. അതൊന്നും വരാതിരുന്നാൽ ഒരു കാലത്തും എന്ത് ചെയ്യൂല, ഇതിനൊന്നും ഒരു മാറ്റവും എന്ത് ചെയ്യൂല, സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവണം. അപ്പോൾ ഈ സഹോദരി എന്ത് ചെയ്യുക, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത്തരം ആളുകൾ എന്ത് ചെയ്യണം, ഭർത്താക്കന്മാരെ എന്ത് ചെയ്യണം, ഒരു നിർബന്ധാവസ്ഥ സൃഷ്ടിക്കണം. അതായത് പിന്നെ എനിക്കിങ്ങനെ ആവുമ്പോൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാകും എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, പറയണ്ട. അതിനു വേണ്ടി എന്ത് ചെയ്യണം, സ്വാഭാവികമായും എനിക്കൊരു മനസ്സമാധാനമോ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞൊന്ന് മാറി നിൽക്കുക. വീട്ടിൽ എവിടെയെങ്കിലും പോയി ഒന്ന് മാറി നിൽക്കുക. നമ്മൾ തെറ്റൊന്നുമില്ല, പിണങ്ങണില്ല, പ്രശ്നം ഉണ്ടാക്കണമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇവൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നെങ്കിലും അവർക്ക് മനസ്സിലാവില്ലേ? അപ്പോൾ എന്താണ് എൻ്റെ പ്രശ്നം എന്നൊരു ചോദ്യം വന്നാലോ, അതിനെങ്കിലുമുള്ളൊരു അവസരം എന്ത് ചെയ്യണം, സൃഷ്ടിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്.